കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നമ്മളെല്ലാവരും ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പോൾ ഒരു അന്വേഷണത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ അന്വേഷണത്തിലാണ്. കർത്താവിന് വേണ്ടി എങ്ങനെ മുന്നേറാം എന്നുള്ള അന്വേഷണത്തിലാണ്. തിരുവെഴുത്തിലെ സത്യങ്ങളിലുള്ള അന്വേഷണങ്ങളിലാണ്. നമ്മൾ റിസർച്ച് ചെയ്യുന്നവരാണ് അല്ലേ. എന്നാൽ ധന്യനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം 12-ാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ക്രിസ്തുവിലുള്ള ഒരു ദൈവ പൈതലിന് അതിരുകളും അതിർത്തികളുമില്ല എന്ന് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവന് തിരുവെഴുത്തും ദൈവവും അതിർ വെച്ചിട്ടുണ്ടെങ്കിൽ, ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പാപത്തോടും പാപത്തിൻ്റെ ലോകത്തിലേക്ക് മാത്രമേ ദൈവം അതിര് വെച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം കഴിക്കാം. മീൻസ് നിങ്ങൾക്ക് എത്ര ദൂരം വരെ വേണേലും സഞ്ചരിക്കാം. എത്ര ദൂരെ നട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടും നിങ്ങൾക്ക് പോയി യഥേഷ്ടം ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് പറിച്ചു കഴിക്കാം. പക്ഷേ നന്മ തിന്മകളെ അറിയുന്ന ഒരു വൃക്ഷം, അതിൽ മാത്രം നിങ്ങൾ തൊടരുത്. അത് ദൈവം വെച്ചൊരു കൽപ്പനയാണ്. അത് തൊട്ടാൽ ഈ കണ്ണ് തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിയുമെന്നും മനുഷ്യൻ്റെ ലെവൽ ഏതിലേക്ക് പോകുമെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. എന്നിട്ടും ദൈവം അതവിടെ സ്ഥാപിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, സാത്താനെ ജയിക്കുന്ന ഒരു മനോഭാവം തൻ്റെ സൃഷ്ടികൾക്കുണ്ട് എന്ന്, മനുഷ്യ സൃഷ്ടിക്കുണ്ട് എന്ന് ദൈവം വിശ്വസിച്ചിരുന്നു. ഇന്നും ദൈവത്തിന് ആ ചിന്തയിൽ മാറ്റമൊന്നുമില്ല. ഇന്നും ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പുത്രനെയും ഈ ഭൂമിയിലേക്ക് അയച്ച അതേ മനുഷ്യനെ ദൈവം വീണ്ടെടുത്തതും നഷ്ടപ്പെട്ടു പോയ ബലത്തെയൊക്കെ മടക്കി തന്നതും. അപ്പോൾ ദൈവം അതിരും അതിർത്തിയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശത്തിലേക്ക് മാത്രമാണ് കർത്താവ് അതിര് വെച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ദൈവവചനം പറയുന്നു, എനിക്ക് പ്രവേശനമുണ്ട്. അതിനവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആക്സസ് എന്നാണ്. ഇൻ ഹൂം വി ഹാവ് ബോൾഡ്നെസ് ആൻഡ് ആക്സസ് വിത്ത് കോൺഫിഡൻസ് ബൈ ദി ഫെയ്ത്ത് ഓഫ് ഹിം. അവങ്കലുള്ള വിശ്വാസത്താൽ എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. സഹോദര, ഒന്ന് കണക്റ്റായേ, ഈ സ്പിരിറ്റ് റിലവുമായിട്ടൊന്ന് കണക്റ്റായേ. ഇവിടെ പ്രവേശനം എന്ന് പറയുമ്പോൾ എൻട്രി എന്നൊരു വാക്കല്ല ഇവിടെ KJVയിൽ കൊടുത്തേക്കുന്നത്. ആക്സസ് എന്നൊരു വാക്കാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും, ദൈവികമാകുന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും, ഡെലിവറൻസിലേക്ക് പ്രവേശിക്കണമെങ്കിലും, മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കണമെങ്കിലും, ദൈവികമാകുന്ന പുതുവഴികളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിലും, സക്സസ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ കടക്കണമെങ്കിലും, ഒരു സ്പിരിച്വൽ റാങ്കിങ്ങിലേക്ക് നാം ഉയർന്ന് കയറണമെങ്കിലും, ഒരു ഹയർ റിലത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിലും, നമ്മളൊരു സ്പിരിറ്റ് ഫ്ലയർ ആയി ഇരിക്കണമെങ്കിലും എല്ലാം നമുക്ക് ഹെവൻലി റിലവുമായിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടായേ മതിയാകുകയുള്ളൂ. മീൻസ് സ്വർഗ തലങ്ങളുമായിട്ടുള്ള ഒരു ആക്സസ്,
നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഭൂതത്തെ പുറത്താക്കുകയല്ല, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് ഒരു ഹെവൻലി ആക്സസ് ഉണ്ടാകണം. ഹെവൻലി ഡൊമൈനുമായിട്ടുള്ള ഒരു ആക്സസ് എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഈ തിരുവെഴുത്തിൽ പൗലോസ് സംസാരിക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു തലത്തിലേക്ക്, ആ ഒരു ഡിഗ്രിയിലേക്ക് നമുക്കും കയറി നിന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറയുന്നത് അവനിൽ ആശ്രയിച്ചിട്ട്, 2 അവങ്കലുള്ള വിശ്വാസത്താൽ. അപ്പൊ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ ആളാരാണെന്നറിയണം, ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിന്റെ പേര് പാസ്റ്റർ ദീപു കൃഷ്ണ എന്നാണെന്ന് അറിയത്തില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപക്ഷെ വരാമായിരിക്കാം. ഈ ചാനലിലേക്ക് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരുപക്ഷെ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപക്ഷെ പാസ്റ്റർ ദീപു കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ വന്നെത്തിക്കൊള്ളണമെന്നില്ല. പല എഫദ മിനിസ്ട്രീസും കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് ഇത് മാത്രമേ ഉള്ളൂ. എഫദ മിനിസ്ട്രീസ് വേറെയുണ്ട്, അതെനിക്കറിയാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പാസ്റ്റർ ദീപു കൃഷ്ണ എന്ന ഈ ഒരു യൂട്യൂബ് പേജിലേക്ക് അല്ലെങ്കിൽ ചാനലിലേക്ക് വരണമെന്നില്ല. അതേസമയം പാസ്റ്റർ ദീപു കൃഷ്ണ എന്ന ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പോയിട്ട് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ദീപു കൃഷ്ണ എന്നോ പാസ്റ്റർ ദീപു കൃഷ്ണ എന്നോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താ? നിങ്ങൾക്കറിയാം ആളുടെ പേരെന്താണെന്ന്, നിങ്ങൾക്കറിയാം അങ്ങനൊരു പേജ്, അങ്ങനൊരു ചാനൽ യൂട്യൂബിലുണ്ടെന്ന്, നിങ്ങൾക്കറിയാം ഇങ്ങനൊരു മിനിസ്ട്രി നടക്കുന്നുണ്ടെന്ന്. ഇതുപോലെയാണ് പൗലോസ് പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട്. അപ്പൊ അവനിൽ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണ് എന്നറിയണം. തിരുവെഴുത്തിൽ പല പേരുണ്ട് യേശുവിന്. ആൽഫ എന്നുണ്ട്, ഒമേഗ എന്നുണ്ട്, നിസി എന്നുണ്ട്, ഇമ്മാനുവേൽ എന്നുണ്ട്, ആദ്യൻ എന്നുണ്ട്, അന്ത്യൻ എന്നുണ്ട്. മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ യേശുവിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ബൈബിളിൽ. ആ ആൽഫ ആരാണെന്നറിയാൻ, ആ ഒമേഗ എന്താണെന്നറിയാൻ, ആ ഒരു അതിർത്തിയില്ലാത്ത ആ ഒരു വിശാലത എന്താണെന്നറിയാൻ, എവിടെയും ആ നാമം പറഞ്ഞാൽ അകത്തേക്ക് കടത്തി വിടാനുള്ള ഒരു അതോറിറ്റിയുള്ള ഒരു പേഴ്സണാണ് ഈ നാമത്തിൻ്റെ ഉടമസ്ഥൻ എന്നറിഞ്ഞാൽ, ഇന്ന് ഈ മീറ്റിങ്ങിൽ ആരും ഈ നിലയിലായിരിക്കത്തില്ല ഇതിനോട് പ്രതികരിക്കുന്നത്, ഈ നിലയിലായിരിക്കത്തില്ല നിങ്ങളുടെ വിശ്വാസം, ഈ നിലയിലായിരിക്കത്തില്ല നിങ്ങളുടെ റെസ്പോൺസ്. നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കും. ബൈബിൾ പറയുന്നു അവനിൽ ആശ്രയിച്ചിട്ട്. അപ്പൊ പ്രവേശിച്ചിട്ടുള്ളൊരു മനുഷ്യനെ പറയാൻ പറ്റത്തുള്ളൂ പ്രവേശനം ഉണ്ടെന്ന്. നിങ്ങളെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിനകത്ത് എന്തോ യേശുവിൽ നിന്നൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ കൊണ്ടുവന്നത്. അപ്പോൾ അവർക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടും അത് അറിഞ്ഞവരാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്നത്. ക്ലിയർ? അതുപോലെ ഒരു പ്രവേശനത്തിലെത്തിയ ഒരു മനുഷ്യനാ പറയുന്നത് അവനിൽ ആശ്രയിച്ച പ്രവേശനം ഉണ്ട് കേട്ടോ എന്ന്. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് യേശുവിൽ ആശ്രയിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. പാസ്റ്റർ ദീപു കൃഷ്ണ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കൂട്ടായ്മയിലുള്ളവർ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാകുന്നത് കൊണ്ട് എനിക്ക് എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങളെയും വിശ്വസിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പറയുന്നു, പൗലോസ് പറഞ്ഞ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പുതിയ പ്രവേശനത്തിലേക്ക് എഫദ മൂവ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു പ്രവേശനത്തിലേക്ക് നാം മൂവ് ചെയ്യാൻ പോകുകയാണ്. പുതിയൊരു ആത്മമണ്ഡലത്തിലേക്ക്, പുതിയൊരു ഭാഗ്യത്തിലേക്ക്, പുതിയൊരു പദവിയിലേക്ക്, പുതിയ ഒരു പൊസിഷനിലേക്ക്, പുതിയൊരു ഡെസിഗ്നേഷനിലേക്ക് യേശുവിൻ്റെ ആത്മാവ് നിന്നെ ഉയർത്താൻ പോകുവാണ്. യേശുവിൻ നാമത്തിൽ എത്ര തന്നെ നിങ്ങൾ താളടിയായ വ്യക്തി ആയിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രവേശനമുണ്ടെന്നാണ്.
പ്രവേശനമുണ്ടെന്നാണ്. ഇത് അടഞ്ഞിരിക്കുന്ന വാതിലിന്റെ മുന്നിലിരുന്നായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നേ. ഒന്ന് പോവാശ്രേ, ഇവിടെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുമ്പോഴാണ് പ്രവേശനം ഉണ്ടെന്ന് പറയുന്ന എന്ന മനോഭാവത്തിൽ ഇരുന്നായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നേ. ഐ ഡോണ്ട് കെയർ, എൻ്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതൊന്നും പഠിച്ചിരുന്ന് പറയുന്ന കാര്യമല്ലാത്തത് കൊണ്ടും തിരുവെഴുത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ആത്മാവ് തുറക്കുന്ന വെളിപ്പാടുകളാകുന്നത് കൊണ്ടും ധൈര്യത്തോടെ ദൈവാത്മ നിറവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അടഞ്ഞിരിക്കുന്ന വാതിലിന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഈ മെസ്സേജ് കേൾക്കണം. നിങ്ങൾ ഇനി മുമ്പിൽ ഒഴുകുന്നത് യോർദാന എന്ന് പറയുന്നിടത്ത് ഇരുന്ന് തന്നെ ഈ മെസ്സേജ് കേൾക്കണം. നിങ്ങൾ ശൂന്യതയിൽ ഇരുന്ന് തന്നെ ഈ മെസ്സേജ് കേൾക്കണം. എങ്കിലേ ഈ വചനത്തിന് ജീവനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. തിരുവെഴുത്ത് പറയുന്നു, ഹേ സുഹൃത്തേ, നീ അവങ്കൽ ആശ്രയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നീ അവങ്കൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് പ്രവേശനമുണ്ട്. ഇവിടെ സീറ്റില്ലെന്ന് പറഞ്ഞ, ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ, ഇവിടെ അവസരമില്ല എന്ന് പറഞ്ഞ, ഇവിടെ നിനക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ, ഇവിടുന്ന് നിനക്ക് ഒരു ഓഹരിയും അവകാശവും ഇല്ല എന്ന് പറഞ്ഞ, നിനക്ക് ഇവിടുന്ന് ഇനി ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ, ഇവിടുന്ന് ഇനി നിനക്കിനി ഒന്നും ഒരു സ്നേഹവും കിട്ടുകയില്ല എന്ന് പറഞ്ഞ, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിന് ആമേൻ പറ. ദൈവാത്മാവ് പറയുന്നു, പ്രവേശനമുണ്ട്. മധ്യസ്ഥന്മാരെ കൊണ്ടുള്ള പ്രവേശനമല്ല, സഹായികളെ കൊണ്ടുള്ള ഉപകാരവുമല്ല. ദൈവാത്മാവ് പറയുന്നു, ഈ ഭൂമിയിൽ നിനക്കാരും സഹായിക്കാനില്ലേലും ആമേൻ, അവങ്കൽ നിനക്ക് ആശ്രയമുണ്ടെങ്കിൽ പ്രവേശനമുണ്ട്. ആശ്രയമുള്ളവന് ആരാധനയുണ്ടോ? ആ ആരാധനയുള്ളവന് പ്രവേശനമുണ്ട്. ഓ മൈറ്റി ഗാഡ്, ഇൻ ജീസസ് നെയിം. ഇന്റർവ്യൂവിന് പോയവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? നിനക്ക് പ്രവേശനമുണ്ട്. എക്സാം എഴുതിയവർ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. വിസയ്ക്ക് ബുക്ക് ചെയ്തിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. മിനിസ്ട്രിക്ക് പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ടോ? അടുത്തൊരു മേഖലയിലേക്ക് ദൈവാത്മാവ് നിന്നെ പ്രവേശിപ്പിക്കാൻ പോകുകയാണ്. കൃപാവരത്തിന് വേണ്ടി ജ്വലിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അടുത്തൊരു കൃപാവരത്തിലേക്ക് ഒരു പ്രവേശനമുണ്ട്. കാരണം എന്നാ? ഞാൻ ആശ്രയിക്കുന്നത് ഒരു സഭയിലല്ല, ഞാൻ ആശ്രയിക്കുന്നത് സഭയുടെ നാഥനിലത്രേ, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലത്രേ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, എനിക്ക് പ്രവേശനം ഉണ്ട്. എനിക്ക് പ്രവേശനമുണ്ട്. 2, എനിക്ക് ധൈര്യമുണ്ട്. നോക്കൂ, ഒരു പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്താന്ന് ചോദിച്ചാൽ ധൈര്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രവേശനത്തിന്റെ മാനദണ്ഡം ധൈര്യമാണ് കേട്ടോ. മോശയും മുട്ടിടിച്ചു, മോശയ്ക്ക് ശേഷം യോശുവയും മുട്ടിടിച്ചു. കാര്യം എന്താ? 5 ആടുകളെ കൊണ്ട് നടക്കുന്നത് പോലല്ല ഈ കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തെയും കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കായി ജീവിക്കുന്നത് പോലല്ല ഒരു 5 പേരുടെ കൂടെ ജീവിക്കുന്നത്. 5 പേരും 5 സംസ്കാരമുള്ളവരായിരിക്കും, 5 സ്വഭാവക്കാരായിരിക്കും. 5 പേരുടെ കൂടെ ജീവിക്കുന്നത് പോലല്ല 500 പേരുള്ള ഒരു സഭയെ നയിക്കുന്നത്. വ്യത്യസ്തമായിരിക്കും. അങ്ങനെയല്ല ഒരു 500 പേരുള്ള ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ 50 പേരുള്ളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മളൊരു റിസൾട്ട് ഉള്ളവനാകണമെന്നുണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ലിങ്ക് ആകാനുള്ള നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എബിലിറ്റി ഭയങ്കര പ്രാധാന്യമാണ്. മോശയും മുട്ടിടിച്ചു, അതുപോലെ തന്നെ പിൻതലമുറക്കാരനായിട്ട് വന്ന യോശുവയും മുട്ടിടിച്ചു. അന്നേരം ദൈവം പറഞ്ഞൊരു ശബ്ദം എന്താണെന്നറിയാമോ? ഉറപ്പും ധൈര്യവും ഉള്ളവനാകുക. എന്താ കർത്താവ് അത് പറഞ്ഞത്? ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ നിനക്ക് പ്രവേശനമില്ല. ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ പ്രവേശനമില്ല. നിനക്ക് ആയുധാഭ്യാസം കാണാം, നിനക്ക് അന്യഭാഷ കാണാം, നിനക്ക് കൃപയും വരങ്ങളും കാണാം, നിനക്ക് നല്ല പ്രസംഗിക്കാനുള്ള കൃപ കാണാം, നല്ല വെളിപ്പാട് കാണാം, ഭയങ്കര ദൈവവിശ്വാസം കാണാം. പക്ഷേ ധൈര്യം കാണണമെന്നില്ല. നല്ല മസിലും പെരിപ്പിച്ച് നടക്കുന്ന ഫിറ്റ്നസ് സെന്ററിൽ വർക്കൗട്ട് ചെയ്യുന്ന മനുഷ്യൻ പോലും ഒരുപക്ഷെ ബ്ലഡ് കണ്ട തല ഇറങ്ങി വീഴും.
അയാൾ ബ്ലഡ് കണ്ട് തലകറങ്ങി വീഴുന്നതും അയാളുടെ മസിലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത് പോലെ, ഈ പുറമേ കാണുന്നതൊന്നും അല്ല അകമെന്ന് പറയുന്നത് പോലെ, ഈ 6 പാക്ക് പോലല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളെന്ന് പറയുന്നത് പോലെ, ശരീരത്തിൻ്റെ ദൃഢത മനസ്സിനില്ല എന്ന് പറയുന്നത് പോലെ, മസിൽ വീർപ്പിച്ച വ്യക്തി ബ്ലഡ് കണ്ടപ്പോൾ തലകറങ്ങി വീണു എന്ന് പറയുന്നത് പോലെ, ഈ പറയുന്ന ആരാധനയും ഈ പറയുന്ന കൃപയും ഈ പറയുന്ന ശക്തി ഒന്നും തന്നെ നമ്മുടെ ധൈര്യവുമായി ഒരുപക്ഷെ യാതൊരു ബന്ധം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് യോശുവ എന്ന് വെച്ചാൽ കഴിവുള്ളൊരു മനുഷ്യനാണ്, ദൈവസന്നിധിയിൽ നിൽക്കാൻ കൊള്ളാവുന്നുള്ളൊരു മനുഷ്യനാണ്, ദൈവാശ്രയമുള്ളൊരു മനുഷ്യനാണ്, ബോൾഡാണ്. പക്ഷേ എന്തോ ചില കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ എന്നുള്ളൊരു ചിന്തയാണ്. ദൈവാത്മാവ് അങ്ങനെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, എങ്ങനെ എന്നുള്ള ചിന്തയിൽ നിന്ന് അവങ്കലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കൊരു പ്രവേശനമുണ്ട്. എങ്ങനെ ഞാൻ നിത്യതയിലെത്തും? നീ അവങ്കൽ ആശ്രയിച്ചാൽ നിനക്ക് നിത്യതയിലേക്ക് പ്രവേശനമുണ്ട്. എങ്ങനെ ഞാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും? അവങ്കൽ ആശ്രയിച്ചാൽ പ്രവേശനമുണ്ട്. എങ്ങനെ ഞാൻ ഈ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ മാസം കഴിച്ചു കൂട്ടും? അവങ്കൽ ആശ്രയിച്ചാൽ പ്രവേശനമുണ്ട്. എങ്ങനെ ഈ ആണ്ട് ഞാൻ തള്ളി നീക്കും? അവങ്കൽ ആശ്രയിച്ചാൽ പ്രവേശനമുണ്ട്. എങ്ങനെ ഈ സിറ്റുവേഷൻ ഞാൻ മാനേജ് ചെയ്യും, ഹാൻഡിൽ ചെയ്യും? അവങ്കൽ ആശ്രയിച്ചാൽ പ്രവേശനമുണ്ട്. അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, മക്കളെ, അവങ്കൽ ആശ്രയിച്ചാൽ പ്രവേശനമുണ്ട്. പറയുകയാണ് ഈ സന്ദർഭം ഏതാണെന്നറിയാമോ? താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കകത്ത് കൊടുക്കുന്ന ടിപ്പുകളാകട്ടോ. അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മാസം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അധൈര്യപ്പെടുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അധൈര്യപ്പെട്ട്, നിങ്ങൾക്ക് ധൈര്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല, നിങ്ങളെ അധൈര്യം നിങ്ങളെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, അത് മഹത്വത്തിൻ്റെ കാരണമായി മാറാൻ പോകുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് ദൈവസന്നിധിയിൽ ഒരു ദൂത് പറഞ്ഞതിന് ശേഷമാണ് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്. എന്നാന്നറിയാവോ? അത് എഴുന്നേറ്റ് നിന്ന് താൻ പറയുന്നതാണ്. എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് അറ്റൻഷൻ കൂടുതലാണ്. എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് അറ്റൻഷൻ കൂടുതലാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരല്ലേ? ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്ന സാറ് 50 പേർക്കിടയിൽ നിന്ന്, മിസ്റ്റർ ദീപു നിങ്ങൾ ഇന്ന ക്വസ്റ്റ്യൻ്റെ H2O കൂടി ചേർന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരാളുടെ ഇടയിലിരുന്ന് അതിൻ്റെ ആൻസർ പറയുന്നതും സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ് എന്നെ പൊക്കി നിർത്തി ആൻസർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്താ? എല്ലാവരുടെ അറ്റൻഷനും എഴുന്നേറ്റ് നിൽക്കുന്ന എന്നിലേക്കാണ് വരുന്നത്. അല്ലേ? ശരിയല്ലേ? എല്ലാവരുടെ അറ്റൻഷനും എഴുന്നേറ്റ് നിൽക്കുന്ന എന്നിലേക്കാണ് വരുന്നത്. സോ പൗലോസ് ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ അറ്റൻഷൻ പൗലോസ് പറയുന്ന ഈ കാര്യത്തിലേക്ക് വരണം. ഇത് പൗലോസിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാനല്ല,
പൗലോസ് മനസ്സിലാക്കിയ വെളിപ്പാടിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാനാണ്. എഴുന്നേറ്റ് നിന്ന് താൻ പറയുന്ന ഒരു വാചകം ഇതാണ്: അവങ്കൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഏതറ്റം വരെയും വളരാനും ഏതറ്റം വരെയും പോകാനും ഏതൊരു കാര്യത്തിൻ്റെ മേൽ നീക്കുപോക്ക് കൊണ്ടുവരാനും കഴിയത്തക്ക വണ്ണമുള്ള ഒരകത്തെ മനുഷ്യൻ നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വെച്ചിട്ടുണ്ട്. ആ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ ശക്തിപ്പെടുകയാണ് എങ്കിൽ, ഇനി നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി സംസാരിച്ചാൽ പോലും ശക്തീകരിക്കപ്പെട്ട അകത്തെ മനുഷ്യനെ കൊണ്ടും അകത്തെ മനുഷ്യനിൽ ദൈവം ഇട്ടിരിക്കുന്ന ക്രിസ്തു യേശുവിൽ പകർന്നിരിക്കുന്ന മഹാസാധ്യത കൊണ്ടും മുഴു ലോകത്തെയും നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് ആ മനുഷ്യന് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഒരു പ്രവേശനം നൽകി തരുവാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനാണ് പൗലോസ്ലീഹ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയത്. ഇത് കേവലം എഫേസ്യ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയൊരു ദൂതല്ല. ഇത് ഇന്നത്തെ തീയതിയിൽ ലോകത്ത് ആരൊക്കെ ഈ വചനം വായിച്ച് ധ്യാനിക്കുന്നോ അവർക്കും കൂടെ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുലിഖിതമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തേ, നോക്കൂ, ഞാൻ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത് പോലെ എന്നേക്കാൾ ശക്തി, എൻ്റെ ഈ പുറത്ത് കാണുന്ന മനുഷ്യനേക്കാൾ ശക്തിയുള്ള, ഇമ്മ്യൂണിറ്റിയുള്ള, ഹെൽത്തിയായ, സ്ട്രോങ് ആയ, വിഷനുള്ള, കാലിബറുള്ള ഒരു മനുഷ്യൻ എൻ്റെ അകത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കലും എൻ്റെ പുറത്തെ മനുഷ്യൻ്റെ ബലത്തിലല്ല. പുറത്തെ മനുഷ്യൻ്റെ ബലത്തിൽ ഞാൻ പൂജ്യമാണ്. എന്നെക്കൊണ്ട് ഇത്ര പോയിട്ട് ഇതിൻ്റെ പകുതിക്കും പകുതി സംസാരിക്കാൻ പറ്റുകയില്ല. പക്ഷേ അകത്തെ മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന, എനിക്ക് പ്രസംഗത്തിൽ പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാത്തതും എന്നാൽ സ്വർഗത്തിലെ ആത്മീയ ധനം എന്ന് മാത്രം പറയാനും അറിയുന്ന ആ ഒന്ന് അകത്തെ മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഈ തിരുവെഴുത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരീര സംബന്ധമായി സുഖമില്ലാതായിരിക്കാം, മനസ്സ് സംബന്ധിച്ച് തളർന്നിരിക്കുന്നവരായിരിക്കാം, സാമ്പത്തികമായി നിങ്ങൾ വല്ലാതെ ഞെരുങ്ങുന്നൊരവസ്ഥയിലായിരിക്കാം, വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോയവരായിരിക്കാം, പ്രാർത്ഥനയിൽ മടുത്തു തുടങ്ങിയവരായിരിക്കാം. പക്ഷെ ദൈവാത്മാവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ തട്ടി 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 ഉണർത്തി നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഇന്നൊന്ന് ഗഹനമായി ചിന്തിക്കണമേ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഒന്ന് ഗഹനമായി ചിന്തിക്കണമേ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഗഹനമായി ഒന്ന് ചിന്തിക്കണമേ. പൗലോസ് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടല്ല സംസാരിച്ച്. മീൻസ് താൻ ഒരു ശുശ്രൂഷയ്ക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചു. താൻ ജനം സുവിശേഷം മനസ്സിലാക്കാൻ വേണ്ടി അവരോട് കാര്യം പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ല. രോഗിയെ സൗഖ്യമാക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും, നിങ്ങൾ വിശ്വസിച്ച് ഇപ്പൊ സൗഖ്യമാവും എന്ന് പറഞ്ഞിട്ട് ഉടനെ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 27, 28 അധ്യായം പഠിച്ചപ്പോൾ കപ്പൽ തകരുന്ന സമയത്തും മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ല. മേ ബി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ബൈബിളിൽ അത് എടുത്തു പറയുന്നില്ല. പ്രാർത്ഥിച്ചു എന്നേ പറയുന്നുള്ളൂ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാനും അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഈ കാര്യം ജനത്തിനൊന്ന് തിരിഞ്ഞു കിട്ടാൻ വേണ്ടി പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറാൻ പോകുവാണ്. വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി, പൗലോസ്ലീഹ പ്രാർത്ഥനയുടെ രീതി മാറ്റിയ വ്യക്തിയാണ്. ന്യായപ്രമാണ സംബന്ധമായി അഗ്രഗണ്യനാണ്, എരിവുള്ളവനാണ്. ക്രിസ്ത്യാനികളെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിലും അതും ദൈവത്തോടുള്ള എരിവ് പ്രതിയാണ്, അല്ലാതെ സാത്താൻ സേവക്കാരനായിട്ടല്ല. ദൈവത്തോടുള്ള എരിവ് പ്രതിയാണ്. ഇത് അന്യ സുവിശേഷം, മറ്റൊരു സുവിശേഷം, വേറൊരു ദൈവത്തെക്കുറിച്ച് വന്ന് ഇവൻ പ്രസംഗിക്കുന്നു.
അവരത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ തല്ലിക്കൊന്നത്. അതും ദൈവത്തോടുള്ള എരിവാണ് അതിൻ്റെ കാരണം. പക്ഷേ യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായതിന് ശേഷം ഞാൻ ഇങ്ങനെ കരുതുന്നു, പൗലോസിന്റെ പ്രെയർ ലെവലും പ്രെയർ സ്റ്റൈലും പോലും മാറിപ്പോയി. ഇന്ന് എൻ്റെ പ്രാർത്ഥന ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ പ്രെയർ സ്റ്റൈൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് മാറ്റിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്നും കൂടെയൊക്കെ ഒരു അപ്ഗ്രഡേഷൻ ഒക്കെ വരുത്തിയെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് റിന്യൂ ചെയ്തെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു എൻകൗണ്ടറിന് സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടറിന് സാധ്യതയുണ്ട്. കാരണം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നർ മാൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്, അകത്തെ മനുഷ്യൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ നിലവാരത്തിലേക്ക് പൗലോസ്ലീഹ ഈ കപ്പൽ തകരുന്നതിൻ്റെ ഇടയിലും പോയിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇദ്ദേഹം മാത്രമേ കാണത്തുള്ളൂ എന്ന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ട്. അല്ലെ, കപ്പൽ തകരുന്ന സമയത്ത് അയ്യോ എൻ്റെ പൊന്നു കർത്താവ്, എൻ്റെ പൊന്നു കർത്താവ്, എൻ്റെ പൊന്നു കർത്താവ് എന്ന് പറഞ്ഞ് കരയുന്ന വ്യക്തി ഇദ്ദേഹം മാത്രമേ കാണത്തുള്ളൂ എന്ന് കപ്പലിലുള്ളവർ കരുതിയിട്ടുണ്ടാകും. അവരെല്ലാം എങ്ങനെ അക്കരെ കടക്കാം, എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ കപ്പൽ നിയന്ത്രിക്കാം, എങ്ങനെ കപ്പൽ മുങ്ങാതെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു മനുഷ്യൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചിലരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ്. കുഞ്ഞെ, വീട് മുടിയാറായ ഒരു ഘട്ടത്തിൽ നീ പ്രാർത്ഥന കൈവിട്ടിട്ടില്ലെങ്കിൽ, ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്ന് ആരൊക്കെയോ പ്രവചിച്ചു വെച്ചേക്കുമ്പോഴും നീ പ്രാർത്ഥന കൈവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിച്ചിട്ട് പോലും ഒരു കാര്യമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞിട്ടും നിങ്ങൾ പ്രാർത്ഥന കൈവിട്ടിട്ടില്ലെങ്കിൽ, ഇത് ആത്മാവ് വേറെയാണ്. ഇത് പൗലോസിനെ കൺട്രോൾ ചെയ്തൊരു ആത്മാവാണ്. ഇത് പൗലോസിനെ ലീഡ് ചെയ്തൊരു ആത്മാവാണ്. ഇത് പൗലോസിന്റെ മേൽ വ്യാപരിച്ചതുപോലത്തെ ഒരു ആത്മാവാണ്. കാരണം കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുക, ഒരുത്തൻ പൊങ്ങിയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എഫെസോസിലെ ജനം വിഗ്രഹാരാധികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ആ വ്യക്തിക്ക് അറിയാം, ഇവിടെ കപ്പലിനെ പിടിച്ച് തിരിക്കുന്നതിനേക്കാൾ അന്തരീക്ഷം തിരിക്കുന്ന ആത്മാവിനെ, ഓ മൈ ഗാഡ്, കപ്പലിനെ പിടിച്ച് തിരിക്കുന്നതിനേക്കാൾ, മാനുഷികമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിനേക്കാൾ, ആത്മാവിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യമുള്ളവൻ മുട്ടുമടക്കും. ഇന്ന് ആത്മാവിൽ ഞാൻ ആരോടോ പറയുന്നു, ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രെയർ ലെവലും പ്രെയർ അനോയിന്റിംഗിൽ തന്നെ ഭയങ്കര വ്യത്യാസം വരാൻ പോവാണ്. ഓ ജീസസ് നെയിം. അതുകൊണ്ട് ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ. ജ്ഞാനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടൊക്കെ ഒരു ലെവൽ വരെയൊക്കെ ജീവിച്ചു പോകാം. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ വീതി എന്താണ്, നീളം എന്താണ്, ഉയരം എന്താണ്, ആഴം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ ഒരു ഹെവൻലി ആക്സഷൻ കിട്ടണം. അതിനുവേണ്ടി ഒരു ഹെവൻലി ആക്സിലറേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവണം, ഒരു താല്പര്യം ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ നോ അങ്ങനെ വിഷയാധിഷ്ഠിതമായി പ്രാർത്ഥിക്കുന്ന വെറും ക്രിസ്ത്യാനി ആവല്ലേ. വിഷയാധിഷ്ഠിതമായി പ്രാർത്ഥിക്കുന്ന വെറും ക്രിസ്ത്യാനി ആവല്ലേ. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതും നമ്മുടെ മേൽ അതൊക്കെ പകരാൻ വേണ്ടി, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും കർത്താവേ, എത്ര ജനനങ്ങൾ ഈ ഭൂമിയിലുണ്ടാകുന്നോ ആ മനുഷ്യരുടെ മേലൊക്കെ അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നതിൻ്റെ 100 ഇരട്ടിയായി, ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ 100 ഇരട്ടി, 1000 ഇരട്ടി, 10,000 ഇരട്ടിയായി മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ മേൽ പകരണേ എന്നൊക്കെ മുട്ടുകുത്തി ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചത് സാധാ ക്രിസ്ത്യാനി ആകാൻ വേണ്ടിയിട്ടല്ല. സാധാ ക്രിസ്ത്യാനി ആകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി മെമ്പർഷിപ്പും എടുത്ത് വല്ലപ്പോഴും പോയി തലയും കാണിച്ച് മാസവരിയും കൊടുത്ത് മരിക്കുമ്പോൾ എവിടെ അടക്കണമെന്നുള്ള കാര്യത്തിന് നമ്മളവിടെ ഡൊണേഷനും കൊടുത്തേച്ചാൽ മതി, സാധാ ക്രിസ്ത്യാനിയായി. പക്ഷേ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും കപ്പയും മീനും തിന്ന് മരിച്ച് അടക്കി വെറുതെ അങ്ങോട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ സംസാരിക്കുന്നത് വേറെ കാര്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് വീതിയെക്കുറിച്ചാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് നീളത്തെക്കുറിച്ചാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉയരത്തെക്കുറിച്ചാണ്, സ്നേഹത്തിൻ്റെ ഉയരത്തെക്കുറിച്ചാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ്.
ഹാ ഷഹര റഗൽഖര റഗർത്തേരിയ. അങ്ങനെ വെറുതെ കയറി അടക്കി പോകാൻ വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടണം? അല്ല, യേശു ഇത്രയും കഷ്ടപ്പെടണമായിരുന്നു. വെറുതെ അങ്ങോട്ട് നിന്ന് പിന്നെ വയസ്സായി, വാർദ്ധക്യ സഹജമായ രോഗങ്ങളൊക്കെ വന്ന് പിന്നെ അങ്ങോട്ട് നേരെ സമയം റെസ്റ്റ് ഇൻ പീസായി അങ്ങോട്ട് കൊണ്ട് കുഴിച്ചങ്ങോട്ട് ഇട്ട് പിന്നെ നമുക്ക് നിത്യതയെ കാണാൻ വല്ലപ്പോഴും പ്രാർത്ഥിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ അതിന് നമ്മൾ ക്രിസ്തു ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിയത് പോട്ടെ, ക്രിസ്തു ഇത്രയും ബുദ്ധിമുട്ടണമായിരുന്നു. അവിടുന്ന് അല്ല, പൗലോസ് ഇത്രയും കിടന്ന് മുട്ട് കായ്ക്കണമായിരുന്നു. പൗലോസിന്റെ മുട്ടൊക്കെ കറുത്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പുള്ളിയുടെ നിറമേ മാറിക്കാണും. പുള്ളിയുടെ മുഖത്തിന്റെ നിറവും മുട്ടിന്റെ നിറവും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. കാരണം 24 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അല്ലേ? അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഈ ലേഖനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്തിന് ഞാനും നിങ്ങളും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെയും, അല്ല, ക്രിസ്തു വന്നത് മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്. അവൻ മനുഷ്യന് വേണ്ടി വന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് ഇത്രയും കഷ്ടപ്പെടണോ? ഇത്രയും പറയാൻ വേണ്ടിയിട്ടൊരു പൗലോസിനെ തിരഞ്ഞെടുക്കണോ? ഇത്രയും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ഒന്ന് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ലോക മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്യണോ? ഒരു 3 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ ഏറിയാൽ. ഒരു 3 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ ഏറിയാൽ. അപ്പൊ അതൊന്നും അല്ല സ്വർഗത്തിന്റെ ദർശനം. സ്വർഗത്തിന്റെ ദർശനം അതൊന്നും അല്ല. സ്വർഗത്തിന്റെ വിഷൻ അതൊന്നും അല്ല. സ്വർഗത്തിന്റെ വിഷൻ ഭയങ്കരമായ ഒരു ഡിഗ്നിറ്റി ഉള്ളൊരു റേഞ്ചാണ്. അപ്പൊ അതെന്താണ്? ഇതാണ് എന്താണ്? ക്രിസ്തുവിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. വിശുദ്ധന്മാർ ഇത് ഗ്രഹിച്ചവരാണെന്ന് ഇവിടെ പൗലോസ് തന്നെ പറയുകയാണ്. ഹൈറ്റ് ആൻഡ് ഡെപ്ത്, ഉയരവും ആഴവും. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഈ ഉയരവും ആഴവും എന്നൊക്കെ പറയുന്നത്. ആഴത്തെ ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, അയ്യോ, ദൈവത്തിന് നീതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആഴമെന്ന് പറയുന്നത് അവിടുത്തെ നീതി, ദയ, ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളെയാണ് ഈ നീതി എന്നവിടെ അഡ്രസ് ചെയ്യുന്നത്. ആഴം എന്നവിടെ അഡ്രസ് ചെയ്യുന്നത്. ഉയരം എന്നതിനെ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, ഡോക്സ, ഇതിനെയാണ് ഉയരം എന്നതിനെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ അഡ്രസ് ചെയ്യുന്നത്. ഇത് രണ്ടും ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹവും ജ്ഞാനവും നമ്മൾ അറിയണം എന്ന് പൗലോസ്ലീഹ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പ്രിയപ്പെട്ടവർ വന്നേ, അതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഓ ജീസസ്, 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, എന്തോ ഒരനുഭവം ഈ പൗലോസ്ലീഹായ്ക്കുള്ളത് കൊണ്ടും ആ അനുഭവം നമ്മളെപ്പോലത്തെ അനുഭവം ഒന്നും അല്ലാത്തത് കൊണ്ടുമാണ് ഈ മനുഷ്യൻ വെറുതെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, വെറുതെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ ഒന്നും അനുഭവം അല്ല പൗലോസ്ലീഹായ്ക്കുള്ളത് കൊണ്ടെന്നാണ്. കാരണം ആ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിരുന്നത് അകത്തെ മനുഷ്യനെ കൊണ്ടാണ്. ഇന്നർ മാൻ, ആന്തരിക മനുഷ്യനെ കൊണ്ടാണ്. ആമേൻ. പൗലോസ്ലീഹ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും
ദൈവ ശബ്ദങ്ങളെയും ദൈവപ്രവർത്തികളെയും ദൈവികമാകുന്ന അന്തരീക്ഷത്തെയും സാത്താനീയമാകുന്ന അന്തരീക്ഷത്തെയും ദൈവിക ചലനങ്ങളെയും സാത്താനീയ ചലനങ്ങളെയും ദൂതന്മാരുടെ സന്ദർശനത്തെയും ദൂതഭാഷകളെയും പൗലോസ്ലീഹ അഡ്രസ് ചെയ്തത്, ആ മനുഷ്യന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയത്, ആ മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്തത്, ഇതൊന്നും ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ച ജ്ഞാനമല്ല. അതൊരളവ് വരെ സഹായിച്ചുവെങ്കിലും ഞാൻ ഈ പറഞ്ഞ വൻ കാര്യങ്ങൾ മുഴുവനും ഒരു ഹെവൻലി ആക്സസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. ദൂതഭാഷ മനസ്സിലാക്കുക, ദൈവഭാഷ മനസ്സിലാക്കുക, പൈശാചിക രാജ്യത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കുക, ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കുക, സാത്താനിക ഉപായവും കെണിയും മനസ്സിലാക്കുക, ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തെ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെടലുകളെ വേർതിരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ട ഒന്നിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ്ലീഹ അതെങ്ങനെ സാധിച്ചു എന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ മുമ്പിൽ. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പൊന്നു കുഞ്ഞെ, വല്ലവരുടെയും കയ്യിൽ പ്രയർ റിക്വസ്റ്റ് ഏൽപ്പിച്ചിട്ട് ആ മനുഷ്യൻ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു കാര്യമല്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യന് ദൈവാത്മാവ് തുറന്നു കൊടുത്തൊരു കാര്യമാണ്. ഇന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രയർ ലൈഫ് ഒന്ന് പൊടി തട്ടി പുറത്തെടുത്തേ. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയത് എന്തിനെന്നറിയാമോ? എന്നെ പോലെ അകത്ത് ജീവനുള്ളൊരു മനുഷ്യനായി ഈ ലേഖനം വായിക്കുന്നവൻ മാറണമേ കർത്താവേ എന്നൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അഭിഷിക്തൻ മുട്ടുകുത്തിയതെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ അകത്തെ മനുഷ്യനെ കൊണ്ട് പുറത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ, അകത്തെ മനുഷ്യനെ കൊണ്ട് കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുവാൻ, അകത്തെ മനുഷ്യന്റെ ബലം വർദ്ധിപ്പിച്ച് അകത്തെ മനുഷ്യന്റെ ശക്തി വർദ്ധിപ്പിച്ച് സകല താഴ്ചകളെയും പരിഹരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഈ മാസം ഒരു സക്സസിന്റെ മാസമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒരു സക്സസിന്റെ ദിവസമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം കർത്താവുമായിട്ടുള്ളൊരു ഭയങ്കര ഈ ഒരാഴ്ച, ഈ ഒരു മാസം, ഈ ഒരു ബാക്കിയുള്ള മാസങ്ങൾ ആ നിലയിൽ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാത്ത വ്യക്തിയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ പൗലോസ് ദൈവത്തെ അറിയുന്നവരോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്താ അത് ക്രിസ്തുവിനാൽ നമുക്ക് പ്രവേശനമുണ്ട്. റിയലി യെസ്, ക്രിസ്തുവിനാൽ നമുക്ക് പ്രവേശനമുണ്ട്. എങ്ങനെ എന്നാൽ ഞാൻ ഇതാ കയറാൻ പോകുന്നു. നോ 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 വെയിറ്റ് ആൻഡ് ലിസൺ ആൻഡ് ലേൺ ദിസ്. എങ്ങനെ സാധിക്കും? നിങ്ങൾ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. അതെങ്ങനെ സാധിക്കും? അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം, ഇതിലൂടെ ഇത് അന്വേഷിക്കുമ്പോൾ തന്നെ നീ സാധാരണ ഭൗമിക തട്ടിൽ നിന്ന് നീ ഒന്ന് വളർന്ന് നിനക്കൊരു സ്വർഗീയ പ്രവേശനം ലഭിക്കും. അതിലൂടെ നിനക്ക് മനസ്സിലാകും ആന്തരിക രഹസ്യങ്ങളെ, ആത്മീയ രഹസ്യങ്ങളെ. അതിലൂടെ നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. ഈ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോഴാണ്, പെടുത്തിക്കൊണ്ടിരിക്കുന്ന സീസണിലാണ് ഡീമൺസ് വന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യുദ്ധം ചെയ്യുന്നത്. അകത്തെ മനുഷ്യനിൽ നിനക്ക് ചാർജ് കയറി കഴിഞ്ഞാൽ പിന്നെ നീ ഡിക്ലെയർ ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഇന്നർ സ്പിരിറ്റിൽ നിന്നായിരിക്കും. ഇവിടെ ശരീരത്തിന് റോള് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ശരീരത്തിന്റെ റോൾ അകത്തുനിന്ന് പുറത്തേക്ക് വിടുന്ന ശബ്ദങ്ങളെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ റോൾ എന്താണ്? ഐ കമാൻഡ് യു എന്ന് പറയാൻ വേണ്ടി നീട്ടുന്ന ഒരു വിരലിന് മാത്രമാണ് ശരീരത്തിന്റെ റോള്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നതെന്ന്? ഐ കമാൻഡ് യു എന്ന് നമ്മളൊരു ഡീമണിനോട് പറയുമ്പോൾ ആ ശബ്ദം വരുന്നത് ഇന്നർ സ്പിരിറ്റിൽ നിന്നും. അത് അഡ്രസ് ചെയ്യാൻ മാത്രമാണ്, അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ മാത്രമാണ് ഈ ഒരു വിരൽ അല്ലെങ്കിൽ ഈ ഒരു കൈ ഉപയോഗിക്കുന്നത്. കാരണം ബാക്കി എല്ലാ ലീഡർഷിപ്പും നമുക്ക് ലഭിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായില്ല, ബാക്കി എല്ലാ ഗൈഡൻസും നമുക്ക് ലഭിക്കുന്നത് ആന്തരിക മനുഷ്യനിൽ നിന്നാണ്. നീ ഇത് മനസ്സിലാക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. എഫേസ്യ സഭയ്ക്ക് വേണ്ടി അല്ല, ഇത് മിസ്റ്റർ ദീപു നിങ്ങളും ഇത് അറിയണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ആമേൻ. എന്നെ കാണുന്ന എക്സ് ഓർ വൈ നിങ്ങളും ഇത് മനസ്സിലാക്കണമെന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ തീയതിയിൽ നമ്മൾ ഇപ്പോൾ ഇത് അറിയുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണമെന്ന് മാത്രം എഴുതിയാൽ പോരെ.
അപ്പൊ എന്താണ് ഈ ശക്തി? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണമെന്ന് എഴുതിയാലും നമ്മൾ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കും. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നസറയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവിടെയും ഒരു ശക്തി കാണാം. ആ ശക്തിയെക്കുറിച്ചത്രേ പൗലോസ്ലേഹ ഇവിടെ പറഞ്ഞു വെച്ചത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. 10 വചനം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഏത് അർദ്ധരാത്രി തട്ടി ഉണർത്തി വിളിച്ചാലും 91 സങ്കീർത്തനം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുറപ്പെടുവിക്കുന്ന ഒരു ആന്തരിക ശക്തി. അത് പുറപ്പെടുവിക്കുന്ന ഒരു ആന്തരിക ശക്തി അകത്തുനിന്ന് പുറപ്പെടണം. അതിനാ ദൈവാത്മാവ് ഇന്ന് കൊണ്ടുവന്നേ. അങ്ങനെ ആന്തരിക മനുഷ്യനെ ശക്തീകരിക്കുന്ന, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചതുപോലെ പ്രവേശനമുണ്ട്. നിന്നെ ബ്ലോക്ക് ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല എന്ന് പറഞ്ഞേ. യെസ്, കാര്യം പറഞ്ഞത് ഏതാണ്ടൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതെ, ഞാൻ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ തളർന്നു പോയെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ചിട്ടും നിങ്ങൾ ചീര വാടുന്നത് പോലെ വാടിപ്പോയെങ്കിൽ, ബലം നനവും തട്ടേണ്ടത് അകത്തെ മനുഷ്യനിലായിരുന്നു. കേവലം ഒരു മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസമാധാനം കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചാലും പോരാ. ഇവിടെ അകത്തെ മനുഷ്യനെ ഫീഡ് ചെയ്യണം. അതിനെക്കുറിച്ച് ഗഹനമായി നമുക്ക് അടുത്തൊരു സെഷനിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ അകത്തെ മനുഷ്യൻ്റെ മേൽ ഒരഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട് അകത്തെ മനുഷ്യനെ? നിങ്ങൾക്കാർക്കും താല്പര്യമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് പ്രാർത്ഥിച്ചാട്ടെ. അകത്തെ മനുഷ്യനെ ആമേൻ ശക്തീകരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് പ്രാർത്ഥിച്ചാട്ടെ. കമാൺ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ. റാം സെറ്റേ മഹാൻഡലബ റാം സെറ്റേ ബാബാ 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 എറബി ഖനബ ശാന്തേലെ ഖമായാബ. ഓ ജീസസ് ശബ്രാമ ഹന്തേ എലബ്രശസി റമാർത്ഥേ ക്രിഡിമ ശൈല റബർഥേ റഗൽഖരം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്തെല്ലാം ദൈവത്തിൽ നിന്ന് പഠിച്ചോ, നിങ്ങൾ എന്തെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ, അതെല്ലാം പ്രയോജനപ്പെടാൻ തക്കവണ്ണം അല്ല, അതൊന്നും പ്രയോജനപ്പെടാൻ അനുവദിക്കാതെ വണ്ണം നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ ബ്ലോക്ക് ചെയ്തത്. ഞാൻ ഒരു ദൂതൂടെ പറയാം. പിശാചിന് എത്ര ആഴെക്കുഴിച്ച് ബന്ധിക്കാൻ കഴിഞ്ഞാലും നിങ്ങളുടെ പ്രാണൻ വരെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബന്ധിക്കാൻ പറ്റുകയില്ല. എത്ര കെട്ടിയാലും ശരീരത്തെയും മനസ്സിനെയും കെട്ടാനേ പറ്റത്തുള്ളൂ, ആത്മാവിനെ ബന്ധിക്കാൻ പറ്റുകയില്ല. എല്ലാം ഉപരിതലത്തിലെ അവൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആഴെക്കുഴിച്ച് അടിസ്ഥാനമിട്ടു എന്ന് പറയുന്നത് പോലെ ഫീഡ് ചെയ്യുന്നത് മുഴുവനും അകത്താണെങ്കിൽ, നിങ്ങൾ പ്രാപിച്ച ദൈവശക്തി മുഴുവനും നിങ്ങൾ സ്വരൂപിച്ചിരിക്കുന്നത് അകത്താണെങ്കിൽ, ഇന്ന് ആന്തരിക ശക്തി കൊണ്ട് പുറത്തെ ബന്ധനങ്ങളെ തകർക്കുവാനുള്ള ഒരു ദൈവിക നിയോഗം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഓ ജീസസ്. നിങ്ങളിൽ ആരും പറയുകയില്ല എന്റെ ആത്മാവിന് ഭയങ്കര തലവേദനയാണ്. നിങ്ങൾ ആരും പറയത്തില്ല ഞാൻ കല്ലി തട്ടി എന്റെ ആത്മാവ് മുറിഞ്ഞു എന്ന്. നിങ്ങൾ ആരും പറയത്തില്ല മിണ്ടാതെ പോയതാ, കാല് തന്നെ ആത്മാവങ്ങ് വീണു, ആത്മാവിന്റെ നടു ഇടിച്ചു. പറയുകയില്ല. എല്ലാം പുറത്തേ നടക്കത്തുള്ളൂ. കാല് തന്നെ വീണു, നടു ഇടിച്ചു, തല വേദനിക്കുന്നു. അർത്ഥം എന്താ? തൊടാൻ പറ്റാത്തത് അകത്തെ മനുഷ്യനെ മാത്രമേ ഉള്ളൂ.
അയ്യോ എൻ്റെ അകത്തെ മനുഷ്യന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു പറയത്തില്ല. അയ്യോ എൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു, അങ്ങനെ പറ്റും. പുറത്തെ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോ. എന്നാൽ അകത്തെ മനുഷ്യന് ശക്തിയുള്ള, അകത്തെ മനുഷ്യനിൽ വീര്യമുള്ള, അകത്തെ മനുഷ്യനിൽ കൃപയുള്ള ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ, അകത്തെ മനുഷ്യനെ കൊണ്ട് സകല കാര്യങ്ങളും, അകത്തെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും ഒരുപോലെ സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിൻ സ്നേഹത്തെയും പരിജ്ഞാനത്തെയും ബലത്തെയും അത്രേ ഈ പുതിയ നിയമസഭ പ്രാപിച്ചിരിക്കുന്നത്. അതിനാഗ്രഹിക്കുന്ന ദൈവ മനുഷ്യന്റെ മേൽ ഈ സമയം ഒരാത്മാവിന്റെ നീരിറങ്ങുകയാണ്, ഒരാത്മാവിന്റെ നദി ഒഴുകി തുടങ്ങുകയാണ്. വിശ്വസിക്കുന്ന ഓരോ മനുഷ്യന്റെ മേലും in the mighty name of Jesus. Oh hallelujah. Amen, 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 amen. ദൈവ സാന്നിധ്യം ഒഴുകി തുടങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഒഴുകി തുടങ്ങട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ആന്തരിക മനുഷ്യനിലേക്ക്, ദൈവ സാന്നിധ്യം ആന്തരിക മനുഷ്യനിലേക്ക്, ദൈവ സാന്നിധ്യം അകത്തെ മനുഷ്യനിലേക്ക്. ഞാൻ ആ ദൈവശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു, ഞാൻ ആ ദൈവശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നത് ആരോ, സൂമിലോ യൂട്യൂബിലോ വിശ്വസിക്കുന്നത് ആരോ, ഒരു ഡോക്സ ഇതിനകത്ത് വെളിപ്പെടട്ടെ, ഒരു ഡോക്സ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഓ ജീസസ്, ഒരു ഫ്രഷ് അനോയിന്റിംഗ്, ഒരു ഫ്രഷ് പവർ. Precious power. Labro sembreni kante mayandalo. Ral brese bredini kante precioso. അകത്തെ മനുഷ്യന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അകത്തെ മനുഷ്യന്റെ മേൽ. അതേ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഈ ലോകത്തിലുള്ളതിനോ മറുലോകത്തിൽ നിന്നോ ഒന്നിനും നീക്കം വരുത്തുവാൻ കഴിയാത്ത ഒരു ബോണ്ടിങ് ക്രിസ്തുവുമായി ഈ മീറ്റിംഗിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മനം മാറ്റുന്ന ഒരു സ്പിരിറ്റ്, ഇടയ്ക്കിടയ്ക്ക് മടുപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്, ഇടയ്ക്കിടയ്ക്ക് തളർത്തുന്ന ഒരു സ്പിരിറ്റ്, ഇടയ്ക്കിടയ്ക്ക് തളർത്തി ഇടുന്ന മരവിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ അകത്തെ മനുഷ്യന്റെ ബലത്താലത് നിർവീര്യമാകട്ടെ, 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 നിർവീര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തളർച്ചകൾ മാറട്ടെ, എല്ലാ മെന്റൽ ഡിപ്രഷൻസ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുന്നു. എല്ലാ മാനസിക സംഘർഷങ്ങൾ, എല്ലാ മാനസിക സംഘർഷങ്ങൾ, എല്ലാ ഡിപ്രഷൻസ്, എല്ലാ ആങ്സൈറ്റി, എല്ലാ സോൾ പ്രിസന്റെ അവസ്ഥകൾ break in the name of Jesus. Break. Rakatabo sebredi kanta. ആത്മാവിന്റെ തീ കത്തട്ടെ, സ്വർഗീയ തീ കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ അണഞ്ഞിരിക്കുന്ന ചില ദീപങ്ങൾ കത്തി തുടങ്ങുകയാണ്. ദൈവത്തിന് വേണ്ടി ശോഭിക്കേണ്ട ചില ബന്ധങ്ങൾ, ചില ദീപങ്ങൾ ഈ സെക്കൻഡിൽ സ്വർഗം കത്തിക്കുന്നു. In the mighty fresh power of the God. Oh Jesus name. Be free, be free, be free right now. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ തിന്മയുടെ ശക്തികളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ കൈവിലങ്ങിട്ടത്, കാൽവിലങ്ങിട്ടത് യേശു നാമത്തിൽ പൊളിയട്ടെ. ആത്മാവിന്റെ ശക്തി അകത്തെ മനുഷ്യനിലേക്ക് വ്യാപിച്ച് ആമേൻ ആ ശരീരം സ്വതന്ത്രമാകട്ടെ. In the powerful name of Jesus. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. അതിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയല്ലോ. Thank you Jesus. Precious Holy Spirit, my precious Holy Spirit, my precious Holy Spirit. പിതാവേ, ഈ കാണുന്ന ഓരോ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്
ശക്തിയോടെ അരുമനാഥൻ ഇവരെ ബലപ്പെടുത്തിയ മഹാസ്നേഹത്തെ ഓർത്ത് നന്ദി പറയും. ഞാൻ ഇവരെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇവർ ഈ സെക്കൻഡ് മുതൽ സ്വർഗീയ ബലത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കാൻ, ക്രിസ്തുവിൽ ഇവർ ആഗ്രഹിക്കുന്ന അളവോളവും പ്രവേശിച്ച് ചെല്ലുവാൻ തടസ്സമായി നിൽക്കുന്ന സകല തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർത്തു പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അതിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ചേർന്ന് പറയുക ആമേൻ. ദൈവാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ മീറ്റിംഗ് ടൈം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. രാവിലെ 6:30 മോർണിംഗ് മെസ്സേജ് യൂട്യൂബിലും ഈവനിങ് 6:30 യൂട്യൂബിലും സൂമിലുമായി നടത്തപ്പെടുന്ന ഈ റെഗുലർ മീറ്റിങ്ങിലേക്ക് സസന്തോഷം എല്ലാ ദൈവമക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും. ശക്തിയോടെ, അതിശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്കുള്ള ടെസ്റ്റിമണീസ് ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബി വിത്ത് യു, ഗോഡ് ബി വിത്ത് യു, ആൻഡ് ഗോഡ് ബ്ലസ് യു.